ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ കണ്ട് മതി മറന്ന് ഏതായാലും ഈ സ്റ്റാൻലി പോവുകയാണ്. സ്റ്റാൻലി പോയി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിനെ വീണ്ടും വിളിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. എന്തായി മകളെ കണ്ട് ആസ്വദിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കണ്ടു, വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, എൻ്റെ കൂടെ സഹകരിച്ചതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയണം. നിങ്ങളുടെ നന്ദിയുടെ ആവശ്യമൊന്നും എനിക്കില്ല, എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെ സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്നും സ്റ്റാൻലി പറയുകയാണ്. ഇത് കേട്ട ബാലചന്ദ്രൻ ഒന്ന് ചങ്ക് പിടഞ്ഞൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ അവളെ കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് വരണോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഏതായാലും അലീനയെ ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടാക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരി, ആയിക്കോട്ടെ, നിങ്ങളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടേര് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. ബാലചന്ദ്രന് ആകെ സങ്കടം തോന്നി. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ വീട്ടിലേക്ക് പോകണ്ട അച്ഛാ എന്നൊക്കെ ചോദിക്കുകയാണ്. വാ മോളെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കാറിലേക്ക് ഇറങ്ങി. ബാലചന്ദ്രൻ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ബില്ല് ഇത്രയും കൂടിയതിലാണോ അച്ഛന് ടെൻഷൻ? അതൊന്നുമല്ല മോളെ, ഞാനതിന് ടെൻഷൻ അടിക്കുന്നത് അല്ല. ഇനിയിപ്പോൾ മോൾക്ക് ആ വീട്ടിലേക്ക് പോകേണ്ട സമയമായില്ലേ? ആണോ അച്ഛാ? അപ്പോൾ അവർ വിളിച്ചായിരുന്നോ? വിളിച്ചിട്ട് അവർ പറഞ്ഞു അലീനയെ കൊണ്ടുവരാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്കും വല്ലാത്തൊരു ഷോക്കായി പോവാണ്. അപ്പോൾ എനിക്ക് പോകാനായിട്ട് ഇനി അധികം സമയം ബാക്കിയില്ല അല്ലേ അച്ഛാ? നിങ്ങളെല്ലാവരെയും വിട്ട് ഞാൻ പോവാണല്ലേ അച്ഛാ മറ്റൊരിടത്തേക്ക്? അലീന, ഇതെല്ലാം നിന്റെ നിർബന്ധമായിരുന്നില്ലേ മോളെ? നിന്നോട് ഞങ്ങൾ പോകാൻ പറഞ്ഞോ? ഈ വീട്ടിൽ തന്നെ നിൽക്കാനല്ലേ പറഞ്ഞത്? നീ പോകുന്നതിൽ ഏറ്റവും വേദന ഞങ്ങൾക്ക് തന്നെയാണ് അച്ഛാ. എനിക്കറിയാം അച്ഛാ, പക്ഷെ ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നേ മതിയാവുള്ളൂ. എന്നാൽ മാത്രമേ വൈജ മേഡം തിരിച്ചു വരുവുള്ളൂ എന്ന് പറയണം. ഇനി ആ പേര് ഉച്ചരിച്ചു പോകാതെ. അവൾ വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്, അതെല്ലാം മോളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനനുസരിച്ചാണ് മോൾ ഇവിടെ നിന്ന് പോകുന്നത് എന്നൊക്കെ പറയാണ്. അതെ അച്ഛാ, കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ബബിതയുടെയും അതേപോലെ തന്നെ കൃഷ്ണമോളുടെയും രോഹിത്തിൻ്റെയൊക്കെ അമ്മ തിരിച്ചു വരണമെങ്കിൽ ഞാൻ ആ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങിയേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കാരണം അവർക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെടൂല അച്ഛാ. അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ എന്നൊക്കെ പറയാണ്. ശരി, ആയിക്കോട്ടെ, ഇപ്പോൾ അവർ വിളിച്ചു. ഏതായാലും മോൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ മോളെ പറഞ്ഞു വിടുന്നത്. കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യും. തീർച്ചയായിട്ടും അച്ഛാ, ഞാൻ ഇങ്ങോട്ടും വരും. സമയം കിട്ടുന്നതും ലീവ് കിട്ടുന്നതൊക്കെ സമയത്തൊക്കെ ഞാൻ വരും അച്ഛാ. പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ അവിടെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, കുറേ ജോലിക്കാരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടെ ആവശ്യമില്ല. എന്നാലും അച്ഛൻ്റെ ഒരു വർത്തമാനത്തിൽ എന്നെ അവിടെ എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാണ്. അതേ മോളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോളെ പോലെ ഒരു ജോലിക്കാരി ആവശ്യമൊന്നുമില്ല. അതിനനുസരിച്ച് അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്. എന്നാലും അല്ലറ ചില്ലറ സഹായമൊക്കെ മോൾക്ക് ചെയ്തു കൊടുക്കാം. അതുകൊണ്ടാണ് മോളെ ആ വീട്ടിലേക്ക് തന്നെ വിടാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാടിട്ട് അങ്ങോട്ട് കഷ്ടപ്പെടുത്തൂല്ലല്ലോ എന്നൊക്കെ പറയണം. അച്ഛനപ്പം എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, പിന്നെ അല്ലാതെ സ്നേഹമില്ലാതെ നീ എൻ്റെ മോളല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ വീട്ടിലേക്ക് എത്തുക. അങ്ങനെ വീട്ടിലേക്ക് എത്തി നമ്മുടെ ഈ അലീന ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബബിത വരിക. ബബിത ഒന്നിട്ട് ചേച്ചി ഇതെന്താ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് പോകാനുള്ള സമയമായി മോളെ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പോകാനുള്ള സമയമായിരുന്നോ? അതെ, പോകാനുള്ള സമയമായി. ഇതാ മോൾക്ക് 2 ജോഡി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. എനിക്കൊന്നും വേണ്ട ഡ്രസ്സ് എന്ന് പറയാം. അതെന്താ ഡ്രസ്സ് വേണ്ടാത്തത്? ഇതൊന്നും നോക്കുന്നേ. അങ്ങനെ നിർബന്ധിച്ച് കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വലിയൊരു ഗിഫ്റ്റ് അതിലുണ്ടായിരുന്നല്ലോ, ഒരു അടിപൊളി വാച്ചു. ഇതുണ്ടെപ്പോഴേക്കും ബബിതയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. അങ്ങനെ ബബിത പറയുകയാണ്, ചേച്ചി ഞാൻ ഒരുപാട് ദ്രോഹം ചേച്ചിയോട് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം എന്നോട് ക്ഷമിക്കണം ചേച്ചി. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചേച്ചിയോട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം അനാവശ്യമായ വാക്കുകളാണ്, ഒരുപാട് കുത്തി നോവിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ചേച്ചീനെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് ഞാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അലീനയുടെയും കണ്ണുകൾ നിറയുക. അപ്പോൾ അലീന പറയണം, ശരിയാ, നീ എന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും. പക്ഷെ നീ ഈ പറഞ്ഞ ക്ഷമാഭരണമില്ലേ, അത് എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് വേറെ എന്താണ് മോളെ ഉള്ളത്? നീ എന്നോട് ചെയ്തതിനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടും വേദന തോന്നിയിട്ടുണ്ട്. എന്തിനാണ് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ എത്രയും നന്നായിട്ടാണ് അവളോട് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് പോലും അവൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നൊക്കെ പോട്ടെ, എൻ്റെ അനിയത്തിയല്ലേ എന്നൊക്കെ ഓർത്ത് വളരെയേറെ
സ്നേഹത്തോടു കൂടി തന്നെയാണ് ഞാൻ നിന്നോട് പെരുമാറിയിട്ടുള്ളത്. ഏതായാലും മോളെ എനിക്ക് പോകാനുള്ള സമയം എന്നൊക്കെ പറയാണ്. എങ്ങോട്ടേച്ചി പോകുന്നത്? അച്ഛൻ പറഞ്ഞ സ്ഥലമില്ലേ, അങ്ങോട്ടേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മുടെ ബബിത അലീനയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അലീനയ്ക്ക് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ബബിത ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ അലീനയ്ക്ക് ഒട്ടും അത് സഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അലീന പറയണം, മോളെ നീ എന്നെ സ്നേഹിച്ചതേ ഒന്നും അറിയാതെയാണ്. നിന്റെ മനസ്സിൽ തന്നെ വന്ന സ്നേഹമാണ്. അതെന്താ ചേച്ചി എനിക്ക് അറിയാതെ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ വഴിയെ നിനക്ക് മനസ്സിലാകും മോളെ എന്ന് പറയാം. അപ്പോൾ നേരെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും അച്ഛൻ നമുക്ക് ഇറങ്ങണ്ടേ, അതിനു മുമ്പ് തന്നെ എനിക്ക് മനുവേട്ടനെയും പിന്നെ മനുവേട്ടൻ്റെ അച്ഛനെയും പിന്നെ അതേപോലെ തന്നെ വൈജ മേഡത്തിനെയും ഒക്കെ കാണണം. കണ്ടിട്ട് അവരോടൊക്കെ യാത്ര ചോദിക്കണം. അവർക്ക് എന്നോട് ഒരുപാട് വൈരാഗ്യമൊക്കെ അല്ലേ, ഏതായാലും എന്നേക്കുമായി ഞാനിവിടെ നിന്ന് പോവുകയാണെന്ന് അവരോട് പറയണം. അതിനു വേണ്ടി നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം അച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് പോകണം മോളെ, പോകണം അച്ഛ, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതും കൂടി എൻ്റെ അച്ഛൻ എനിക്ക് സാധിച്ചു തരണമെന്നും പറയാം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിലും ഓക്കെ, നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അങ്ങോട്ട് പോകാം. പോയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞോ? ശരി അച്ഛാ, ഞാൻ എല്ലാവരോടും യാത്ര പറയും. അങ്ങനെ കൃഷ്ണമോളും വരികയാണ്. അപ്പോൾ കൃഷ്ണമോൾക്കും ആകെ സങ്കടം തോന്നിയാണ്. എന്തിനാ ചേച്ചി എന്തിനാ ഇവിടുന്ന് പോകുന്നത്? അമ്മയുടെ വാശിയല്ലേ, ചേച്ചി പോയാലും അമ്മ ഇങ്ങോട്ട് വരുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അമ്മ ഇങ്ങോട്ട് വരില്ലേ ചേച്ചി? വരും. പക്ഷേ വൈജ മേഡം വന്നാലും ഇല്ലെങ്കിലും എനിക്കിവിടെ നിന്ന് ഇറങ്ങിയല്ലേ മതിയാവുള്ളൂ. വൈജ മേഡം എന്ത് വിചാരിക്കും? അപ്പോൾ സ്വന്തം മക്കളെക്കാളും എന്നെയാണ് കാര്യം എന്നൊക്കെ അല്ലേ വിചാരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ കൃഷ്ണമോള് പറയുക, എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ചേച്ചിയുടെ സ്വന്തം അമ്മയല്ലേ, എൻ്റെ അമ്മ എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ ചേച്ചി. അപ്പോൾ ഇത് നമ്മുടെ ബബിത കേൾക്കുക. ഇത് കേട്ട ബബിത ആകെ ചങ്ക് തകർന്നൊരു അവസ്ഥയായി പോവാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് തൻ്റെ അമ്മ പ്രസവിച്ച മകൾ തന്നെയാണ് ഈ അലീനയെന്ന്. അപ്പോൾ ഇത് കേട്ട ബബിതയാണെങ്കിൽ ആകെ തകർന്നൊരവസ്ഥ, തരിപ്പണമായൊരവസ്ഥ, അവിടെ കിടന്ന് കരയാണ്. അപ്പോൾ തൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെ ആയിരുന്നല്ലേ അലീന ചേച്ചി എന്നിങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ ബബിത. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് രോഹിത്തിനോട് യാത്ര പറയുകയാണ്. രോഹിത്തെ, നീ നന്നായിട്ട് പഠിക്കണം, കോളേജിൽ ഉഴപ്പൊന്നും കാണിക്കാനായിട്ട് പാടില്ല, എന്തുണ്ടെങ്കിലും ഞാൻ അച്ഛനെ വിളിച്ച് ചോദിക്കോട്ടോ, എന്നും മുടങ്ങാതെ കോളേജിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിനോട് യാത്ര പറയുമ്പോൾ രോഹിത്തിനും ആകെ സങ്കടം തോന്നുകയാണ്. പക്ഷെ എന്തും പറഞ്ഞാലും ചേച്ചി ഇവിടെ നിൽക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അച്ഛനോടൊപ്പം വണ്ടി കയറുകയാണ്. വണ്ടി കയറി നേരെ മനുവിൻ്റെ വീട്ടിലേക്ക് പോവുക. അലീന ഇറങ്ങുക. അപ്പം അച്ഛൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോഴേക്കില്ല, ഞാൻ വരുന്നില്ല, ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് അവരെ ആരെയും കാണാൻ വേണ്ട, അവരോട് ആരോട് സംസാരിക്കാൻ വേണ്ട എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ്. ശരി അച്ഛാ, എങ്കിൽ പിന്നെ ഞാൻ യാത്ര പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മനു അവിടെ വാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മനുവേട്ട, ഞാൻ പോവുകയാണ് മനുവേട്ട. എങ്ങോട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് പോകാനുള്ള സമയമായല്ലോ, അവർ വിളിച്ചായിരുന്നു, അച്ഛനോട് പറഞ്ഞു എന്നെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോവുകയാണ് മനുവേട്ട. പക്ഷേ ഇവിടെ ആദ്യം യാത്ര ചോദിക്കേണ്ടത് അത് എൻ്റെ അമ്മയോട് തന്നെയാണ്, വൈജ മേഡത്തിനോട് തന്നെയാണെന്നും പറയുകയാണ്. അപ്പോൾ എന്നോട് അലീന എന്ന് ചോദിച്ചപ്പോഴേക്കും അലീന ഒന്ന് സ്തംഭിച്ചിങ്ങ് നിൽക്കുകയാണ്. മനുവേട്ടനോട് എനിക്ക് യാത്ര ചോദിക്കാനായിട്ട് പറ്റുമോ മനുവേട്ട? പക്ഷേ ഞാനിവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ചത് അത് വൈജ മേഡം അല്ലേ. അപ്പോൾ വൈജ മേഡം അല്ലേ ആദ്യം അറിയേണ്ടത് ഞാൻ പോവാണെന്നുള്ള കാര്യം. അപ്പോൾ വൈജ മേഡത്തിനോട് എനിക്ക് യാത്ര ചോദിക്കണം. പക്ഷേ അലീന, ഇത് കുറച്ച് കൂടിപ്പോയി അലീന, ഞാൻ ഒരു നിമിഷത്തേക്ക് ഒന്നും അല്ലാതെ ആയി പോയല്ലേ അലീന എന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടൻ അങ്ങനെ പറയരുത്. എപ്പോഴും മനുവേട്ടൻ എൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് മനുവേട്ട, ആ ഒരു സ്ഥാനം ഒരിക്കലും പോകില്ല മനുവേട്ട എന്ന് സങ്കടത്തോടു കൂടി തന്നെ അലീന പറയുക. ഇത് കേട്ട മനുവിനും ആകെ സങ്കടം തോന്നിങ്ങനെ, വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ട, എല്ലാവരെയും എനിക്ക് മനസ്സിലായി, നമ്മളൊക്കെ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണല്ലോ എന്ന് സങ്കടത്തോടു കൂടി തന്നെ പറഞ്ഞിട്ട് അവിടുന്ന് മനു മുന്നോട്ട് നീങ്ങുമ്പോഴും അലീന അവിടെ തന്നെ നിൽക്കണേ. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് കയറി വാ, വൈജ മേഡത്തിനോട് യാത്ര പറയണ്ടേ, യാത്ര പറഞ്ഞിട്ട് പോവണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ പിന്നാലെ അലീനയും ചെല്ലുക. അങ്ങനെ അലീന നേരെ വൈജയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്, അനുവാദം കൂടാതെ തന്നെ. അപ്പോൾ വൈജക്ക് തീരെ ഇഷ്ടപ്പെട്ടു. നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? നിന്നെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറയണം. മേഡം, ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം മേഡം, പക്ഷേ മേഡത്തിന് സന്തോഷം തരുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ നിന്ന് പോവുകയാണ് മേഡം, ഇനി മേഡത്തിൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല, മേഡത്തിൻ്റെ കൺമുന്നിൽ പോലും ഉണ്ടാവില്ല മേഡം,
ഇവിടം വിട്ട് പോവുകയാണ്, ഞാൻ വേറൊരു വീട്ടിൽ ജോലിക്ക് വേണ്ടി പോവുകയാണ്, നീ എങ്ങോട്ട് വേണമെങ്കിലും പോടി. അത് പറയാനായിട്ട് നീ എന്തിനാ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്? നീ എങ്ങോട്ട് പോയാലും ആ കുടുംബം മുടിയും. കാരണം നീ ഏത് കുടുംബത്തിൽ കയറി ചെന്നാലും അവിടെയുള്ള ആൾക്കാരെയൊക്കെ നീ വശത്താകും. പക്ഷേ ആ കുടുംബം തകർന്ന് തരിപ്പണമായി പോകാൻ പോവാടി എന്ന് വളരെയേറെ ശപിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ചങ്ക് തകർന്നുപോയി. അങ്ങനെ അലീന പറയാണ്, മേഡം തന്നെ ഇത് പറയണം, ഞാൻ ഏത് കുടുംബത്തിലേക്ക് കയറി ചെന്നാലും അത് തകർന്നു പോകുമെന്ന്. പക്ഷേ മേഡം തകർത്തത് എത്രയോ ജീവിതങ്ങളാണ് മേഡം എന്ന് പറയാണ്. ഇത് കേട്ട ഈ ബൈജ ആകെ ഞെട്ടി നിൽക്കുകയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ? നിന്നെ കാണുന്ന പോലെ എനിക്ക് അറപ്പാണ്, വെറുപ്പാണെന്ന് പറയാണ്. മേഡം തന്നെ ഇങ്ങനെ സംസാരിക്കണം മേഡം. അന്ന് ആന്ധ്രയിൽ വെച്ച് നടന്ന സംഭവങ്ങളൊന്നും മേഡത്തിന് മറക്കാനായിട്ട് കഴിയില്ലല്ലോ. മേഡം ആന്ധ്രയിൽ വെച്ച് ഒരു പട്ടാളക്കാരനെ സ്നേഹിച്ചതും ആ പട്ടാളക്കാരിൽ നിന്നും മേഡം ഗർഭിണിയായതും അങ്ങനെ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും. അതേ മേഡം ഒരു അമ്മയാണ്. എൻ്റെ അമ്മ അലീന എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ അമ്മയാണെന്നും പറയാണ്. ഇത് കേട്ട വൈജ ആകെ ഞെട്ടി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ മേഡം? എൻ്റെ അമ്മയാണ് മേഡം. വർഷങ്ങൾക്ക് ശേഷം ഈ മോള് തിരിച്ചെത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും മോള് തിരിച്ചറിയാനായിട്ട് ഈ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഇനി അങ്ങോട്ടുള്ള പോക്കും അതേപോലെ തന്നെ ആയിരിക്കും മേഡം. ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതല്ല. പക്ഷേ മേഡത്തിൻ്റെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പറയാതിരിക്കാനായിട്ട് സാധിച്ചില്ല. അത്രയ്ക്കും മകളെ വെറുക്കുന്ന ഒരു അമ്മ എന്ന് പറയുകയാണ് അലീന മുഖത്തടിച്ച പോലെ തന്നെ. ഇനി ഞാൻ പോട്ടെ മേഡം. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ഇനിയെങ്കിലും സ്വന്തം മകളെയും ജീവിതത്തെയും ഒന്നും ശപിക്കാതിരിക്കും മേഡം. ഇപ്പം ഞാൻ ആരാണെന്ന് മേഡത്തിന് മനസ്സിലായില്ലേ? ശരി മേഡം, ഇനി മേഡത്തിൻ്റെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഒരു നിമിഷമെങ്കിലും നമ്മുടെ അലീന അമ്മയെന്ന് വിളിക്കുകയാണ്. എൻ്റെ അമ്മ എന്ന് പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷേ വൈജ ആകെ കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തൻ്റെ മകളായിരുന്നോ എന്ന് വരെയും ഈ വൈജ അങ്ങോട്ട് ചിന്തിക്കുകയാണ്. ഇനി എന്തായിരിക്കും വൈജയുടെ ഭ്രാന്ത്? അതൊക്കെ അറിയാനായിട്ട് ഇനി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.